ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോരി മുമ്പേ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അലീനിനെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലി ജോസഫിന്റെ അടുത്തേക്ക് വരിക കേട്ടോ. പോകുന്ന വഴിയിലാണ് നമ്മുടെ അലീനെ അടുത്ത് സത്യങ്ങളൊക്കെ തുറന്നു പറയണത്. സ്റ്റാൻലി ജോസഫ് ആരാണെന്നും സ്റ്റാൻലി ജോസഫും അലീനയും തമ്മിലുള്ള ബന്ധവും അയാളെ കാണാൻ പോയ കാര്യം, കഥകളൊക്കെ അയാളോട് പറഞ്ഞ കാര്യം, അയാളൊരു നിരപരാധിയാണ്, അയാൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ അലീന അടുത്ത് പറയണം. ഇത് കേൾക്കുന്ന അലീനക്ക് ആകെ ഷോക്കാവണം. അച്ഛനാ ഇത് നേരത്തെ പറയായിരുന്നു അച്ഛനോട്, എന്നിട്ട് പറഞ്ഞിട്ട് എന്തിനാണ് നീ സ്റ്റാൻലി ജോസഫിനെ അന്വേഷിച്ചു പോകും? ഒരു പേര് കൊണ്ട് മാത്രം നിനക്കയാളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ മോളെ? എനിക്കെന്തോ വലുത് പേടി പോലെ തോന്നുന്നു. ഇത്രോ നേരം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിൽ, പക്ഷെ ഇപ്പൊ എന്തോ വലുത് ഭയം പോലെ. നീ എന്തിനാ പേടിക്കണം? ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, നീ വാ എന്ന് പറഞ്ഞിട്ട് അലീനയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്നത് സ്റ്റാൻലി ജോസഫിന്റെ വീട്ടിലേക്കാട്ടോ. ആ ഒരു ഭാഗത്തോടെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നാളെയാണെന്നുണ്ടെങ്കിൽ വൈജയന്തി വീട്ടിലെത്തിയിട്ട് അലീനയുടെ സാധനങ്ങളെല്ലാം തീർത്ത് കളയണം, തീ വച്ച് കത്തിച്ച് നശിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ അധികാരം ഏൽക്കാണ്. അപ്പൊ മനു ചെറിയൊരു ഡോസ് കൊടുക്കണ്ട്. അതെ ആന്റി, അലീന പോകുന്നതിന് മുമ്പ് ആന്റി അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ, അതൊക്കെ എന്നോടും പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് ആന്റി ഒന്ന് പൊടിക്കടങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡോസ് ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് നമ്മുടെ മനു അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചെറിയൊരു വൈജയന്തിക്ക് പേടിയാവുന്നുണ്ട്. പക്ഷെ ആ പേടിയാവുന്നത് ആ ഒരു 5 മിനിറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് വൈജയന്തി ആ പഴയ വൈജയന്തിയിൽ തന്നെയാകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയും അതുപോലെ തന്നെ ബാലനും കൂടി ചേർന്ന് നേരെ സ്റ്റാൻലി ജോസഫിന്റെ വീടിന്റെ മുറ്റത്തേക്ക് എത്തുന്നുണ്ട്. ശേഷം കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോഴേക്കും അവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. അലീന അവിടെ കാല് കുത്തി ബാലചന്ദ്രനെ നേരത്തെ അവിടെ നായ്ക്കളൊക്കെ പരിചയമുണ്ടല്ലോ. അപ്പൊ ബാലചന്ദ്രനെ കാണുമ്പോൾ അവരാരും അടുത്തൊന്നും വരുന്നൊന്നുമില്ല. കാരണം ഒരു പ്രാവശ്യം കണ്ട ആൾക്കാരെ പിന്നെ ആ നായ്ക്കൾ അടുത്ത് വരികയൊന്നും ചെയ്യത്തൊന്നുമില്ല. ആദ്യത്തെ പ്രാവശ്യം ഒരാൾ വരുമ്പോഴാണ് അവരെ മണത്ത് നോക്കുകയും അവരെന്താണ് നോക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അലീന കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആ നായ്ക്കൾ എല്ലാവരും കൂടി കുതിച്ചു ഓടി വരുമായിട്ട് പറമ്പിന്നും അതുപോലെ തന്നെ അടക്കളയിന്നും അവിടെ ഇവിടെ നിന്നും മുകളിൽ നിന്നിട്ടും അവിടെ നിന്നിട്ട് എല്ലായിടത്തും ഗേറ്റിന് ഇടയിൽ നിന്നിട്ടും എല്ലായിടത്തും ഓടി വരുവാണ് അവരെല്ലാവരും കൂടി. ഒരു 10-12 ഉണ്ട്, പല പല സൈസില് പല പല രൂപത്തിലും. അതായത് നാടൻ പട്ടി മുതൽ ലക്ഷങ്ങൾ വിലയുള്ള പലതരം പട്ടികൾ. അപ്പൊ ഇവരെല്ലാവരും കൂടി നായ്ക്കൾ കൂടിയിട്ട് ഇങ്ങനെ ഓടി വരുവാണ്. അതായത് അലീനെ മണത്ത് നോക്കണം, അലീനെ ആരാണെന്ന് നോക്കണം. അതായത് സ്റ്റാൻലി ജോസഫിന് ഒരു സെക്യൂരിറ്റി എന്ന നിലയിലാണ് അവരെല്ലാവരും. പിന്നെ അയാളത്തുള്ള സ്നേഹം, അയാൾ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുവാണെങ്കിലോ എന്നൊക്കെ കരുതിയിട്ട് ഈ നായ്ക്കൾ ഓടി വരുവാണ്. അടുത്തെത്തുമ്പോ അലീനെ കാണുമ്പോ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇട്ട പോലെ ഇവരെല്ലാരും കൂടി അവിടെ ഇരിക്കുകയാണ്. ശേഷം വാലാട്ടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ബാലചന്ദ്രൻ അത്ഭുതം പോലെ തോന്നണം. കാരണം താൻ ആദ്യം വന്ന സമയത്ത് ഇവരെല്ലാം എങ്ങനെയാണ് തന്നോട് പെരുമാറിയത്, പക്ഷെ അലീനെ കണ്ടപ്പോഴേക്കും ഇവരിപ്പോ എങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പൊ മറ്റേ പുള്ളിക്കാരൻ വരുന്നുണ്ട് സ്റ്റാൻലി ജോസഫിനെ സഹായിക്കുന്ന. ആ പുള്ളിക്കാരൻ ഷോക്ക് ആവാണ്. ഇതെന്താ ഇവരെല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുന്നത്? സാധാരണ സാറിന്റെ മുമ്പിൽ മാത്രമേ ഇവരിങ്ങനെ ഇരിക്കാറുള്ളൂ എന്ന് പറയാണ്. അപ്പൊ ബാലചന്ദ്രൻ മനസ്സിലേക്ക് വിചാരിക്കണ്ട്, സാറിന്റെ സ്വന്തം മകളാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കൊരു DNA ടെസ്റ്റോ അല്ലെങ്കിൽ അന്വേഷിച്ചു പോകണോ ഒരു കാര്യവുമില്ല. അവർക്കൊന്ന് കണ്ട് മണത്തറിയാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ അവര്, മനുഷ്യർക്കാണല്ലോ ആരെ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിലിങ്ങനെ വിചാരിക്കണ്ടോ. ബാലചന്ദ്രൻ പറയണ്ട, ആഹാ എല്ലാരും അലീനയുടെ കൂടെ കൂടിയല്ലോ, ഇവിടത്തെ സ്റ്റാൻലി ജോസഫും ഇങ്ങനെ തന്നെയാ, നായ്ക്കളോട് ഭയങ്കര സ്നേഹമാ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആദ്യം വന്നപ്പോ ഇവർ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്നെ മണത്ത് നോക്കുന്നു, നേരെ നോക്കുന്നു, എന്റെ മുഖത്ത് നോക്കുന്നു. പക്ഷെ നിന്നെ ആരാണെന്ന് അവർക്ക് മനസ്സിലായി, അതന്നെയാ കാര്യം എന്ന് പറയാണ്. മോളെ വലത് കാലം വെച്ച് അകത്തേക്ക് കയറ് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയണ്ട. അങ്ങനെ വലത് കാലം വെച്ചിട്ടാണ് അലീന അകത്തേക്ക് കയറുന്നത് കേട്ടോ. അലീനയുടെ നെഞ്ച് പടപടാന്നിങ്ങനെ പെടക്കാണ്. കാരണം തന്റെ സ്വന്തം അച്ഛനെയാണ് തന്നെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും ആദ്യമൊക്കെ അലീനയിലുണ്ട്. പിന്നെ അവരുടെ കുടുംബം എങ്ങനെയാണ്, അയാളുടെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്നൊക്കെ അറിയാം. അപ്പൊ അവരുടെ കുടുംബം ഇവിടെ ഉണ്ടോ, അവർ കാണുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്ന് പല കാര്യങ്ങളും ഉണ്ട് അലീനക്ക് മനസ്സിൽ. അങ്ങനെ അലീന വലത് കളിച്ച് അകത്തേക്ക് കയറുമ്പോഴേക്ക് പേടിച്ച് ഒരു മൂലക്കിനെ മാറി നിൽക്കണം. അപ്പോഴേക്കും ആ ചേട്ടൻ പോയി പറയുന്നുണ്ട്, അതെ സർ, സാറിന് അന്വേഷിച്ച് കഴിഞ്ഞ ദിവസം ബാലചന്ദ്രനും ഒരു പെൺകുട്ടിയും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാണ് നമ്മുടെ സ്റ്റാൻലി കേട്ടോ. സ്റ്റാൻലി തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മുടെ അലീന ഷോക്കായി പോവാണ്. ഇതല്ലേ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വന്നപ്പോ അച്ഛൻ പരിചയപ്പെടുത്തുന്നത് ലാലിച്ചെന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം തന്നെയല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ഷോക്കായിട്ട് ഇങ്ങനെ നോക്കാണ്. അലീനെ കണ്ടപ്പോ തന്നെ സ്റ്റാൻലിയുടെ കണ്ണുകളൊക്കെ നിറയുവാട്ടോ. ആ സ്റ്റാൻലി വേഗം തന്നെ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ നീ എത്തിയോ, നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. ബാലചന്ദ്രനോട് പറഞ്ഞത് നിങ്ങൾ വരാന്ന് പറഞ്ഞ സമയത്തെക്കാളും ഒരുപാട് നേരത്തെ എത്തിയല്ലോ എന്ന് പറയുമ്പോ, അതെ എവിടെ നിന്നൊന്നുമില്ല, നേരെ ഇങ്ങോട്ട് വരുമായിരുന്നു. ഓഹോ, ഭക്ഷണമൊന്നും കഴിച്ചു കാണില്ലല്ലോ? ഭക്ഷണമൊന്നും കഴിച്ചില്ല, ദേ ഇവൾക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഒരൊറ്റ വരവായിരുന്നു. അതെ ചേട്ടാ, ദേ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടോ, ഇന്ന് കഴിക്കാൻ ഇത് ഇവരൊക്കെ ഉണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പോകുവാണെന്ന് പറയുമ്പോ, അങ്ങനെ പറ്റില്ല, ദേ അലീന ആദ്യമായിട്ട് വീട്ടിൽ വരില്ല, അവൾക്ക് അതിൻ്റെതായിട്ടുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ബാലചന്ദ്രൻ ഉള്ളിടത്തോളം സമയം അവൾക്കൊരു പ്രൊട്ടക്ഷൻ പോലെ അവൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ബാലചന്ദ്രൻ കഴിച്ചു
കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അലീനയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, അയാളുടെ മുഖത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റാൻലി ജോസഫിനെ അറിയില്ല ബാലചന്ദ്രന്റെ സത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അലീനെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന്. ബാലചന്ദ്ര സ്റ്റാൻലി ചോദിക്കണ്ട മോളെ, മോൾക്ക് എന്നെ മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോ ബാലചന്ദ്രൻ പറയണ്ട്, അതെ ലാലിച്ചൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അവൾക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ലാലിച്ചൻ ആരാണെന്നും ലാലിച്ചൻ അവളുടെ എങ്ങനെയായിട്ടുള്ള റിലേഷൻ ആണെന്നും അവള് ലാലിച്ചന്റെ ആരാണെന്നും എല്ലാ കാര്യങ്ങളും അവൾക്ക് ഇപ്പൊ അറിയാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലി ഇങ്ങനെ നെട്ടിപ്പോണം, മോളെ അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കട്ടെ. അങ്ങനെ തന്നെയായിരിക്കും അലീന. കുറച്ചു ദിവസം അങ്ങടുത്ത് മിണ്ടാണ്ട് ചെറിയൊരു പ്രശ്നവും കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഉണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ബാലചന്ദ്രൻ യാത്ര പറയുന്ന സമയമായി. അലീനക്ക് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അലീന അകത്ത് കയറി പോവാണ്. ഇത്ര നേരം അലീനക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം തന്റെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ നാടായിരുന്നു അത്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ അലീനക്ക് പരിചയമുള്ള സ്ഥലം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു അവസ്ഥ, ആരുമില്ല. പിന്നെ അലീനയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അച്ഛാന്ന് വിളിക്കാണ്ട് തന്റെ കൺമുമ്പിൽ ബാലചന്ദ്രൻ ഇല്ലല്ലോ, അതിന്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അലീനയുടെ മനസ്സിൽ ഇപ്പോഴാണ് അലീന മനസ്സിലാക്കണത് തന്റെ യഥാർത്ഥ അച്ഛന് മുമ്പിലുണ്ട്, തന്റെ വളർത്തച്ഛൻ രണ്ടാനച്ഛനും മുമ്പിലുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും അലീനൊന്ന് നോക്കിയിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, യഥാർത്ഥ അച്ഛൻ മുമ്പിൽ നിന്നിട്ട് പോലും തനിക്ക് ആ ഒരു ഫീല്, അതായത് തന്റെ അമ്മേനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഒരു ഫീൽ ഉണ്ടായില്ലേ, അപ്പൊ ആ ഒരു ഫീൽ അച്ഛൻ്റെ അടുത്ത് ഉണ്ടെങ്കിലും അത് അങ്ങോട്ട് വരുന്നില്ല. അതിന്റെ കാരണം തന്റെ വളർത്തച്ഛനായിട്ടുള്ള ബാലചന്ദ്രൻ അടുത്തുള്ളത് കൊണ്ടാണ്. കാരണം തനിക്ക് ബാലചന്ദ്രനെ മാത്രമേ അച്ഛനായിട്ട് കാണാൻ സാധിക്കുന്നുള്ളൂല്ലോ എന്നൊരു വിചാരം നമ്മുടെ അലീനയുടെ മനസ്സിൽ കയറി പറ്റുന്നുണ്ട്. അപ്പൊ അലീനക്ക് ആകെ വിഷമം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയുടെ അടുത്ത് എല്ലാ യാത്രയും കാര്യങ്ങളൊക്കെ പറയാണ്. ശരി മോളെ, മോളെ എന്നെ ദിവസവും വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയണം. പിന്നെ സമയം കിട്ടുമ്പോ ലാലിച്ച മോളെയും കുട്ടിക്കൊണ്ട് അവിടെ വരണം കേട്ടോ എന്നൊക്കെ പറയണ്ട്. ശരി ഞാൻ വന്നോളാം, ടെൻഷൻ ഒന്നും ആവണ്ട എന്നൊക്കെ പറഞ്ഞേ ബാലചന്ദ്രനെ പറഞ്ഞയക്കുകയാണ്. ബാലചന്ദ്രൻ പോണവരെ അലീന വാദിക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. അലീനക്ക് വല്ലാത്ത വിഷമമൊന്നുണ്ട്. പിന്നീട് അലീന നമ്മുടെ സ്റ്റാൻലി ജോസഫിനോട് അങ്ങനെ സംസാരിക്കണമെന്നില്ല, ചോദിക്കുന്ന മറുപടി പറയും ആ ശരി, ആ ശരി, അങ്ങനെ മാത്രം. ചായ വേണോ, കാപ്പി വേണോ, ചോറെടുക്കട്ടെ, ഇതല്ലാതെ വേറെ ഒന്നും അലീന ചോദിക്കുന്നില്ല. അപ്പൊ സ്റ്റാൻലി ജോസഫിന് ഭയങ്കര വിഷമം കേട്ടോ, പുള്ളിക്കാരത്തൊന്നും മിണ്ടാത്തത് കൊണ്ട്. പക്ഷെ അലീന നല്ല കൂട്ടുണ്ട് അവിടുത്തെ നായ്ക്കളായിട്ട്. മുമ്പൊക്കെ രാവിലെ സ്റ്റാൻലി ജോസഫ് എഴുതിട്ട് മുമ്പറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ നായ്ക്കളെല്ലാരും കൂടി സ്റ്റാൻലി ജോസഫിന്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു. സ്റ്റാൻലി ജോസഫ് അവിടുന്ന് എഴുന്നേറ്റ് പോകണവർ അടുത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അലീനയുടെ കൂടെ ഉള്ളൂ. സ്റ്റാലിനെ കാണുമ്പോൾ വാലാട്ടോന്നുണ്ടെങ്കിലും അലീനയുടെ കൂടെയാണ് കൂടുതൽ സമയം ഇവര് ചെലവഴിക്കുന്നത്. അലീനക്കും അങ്ങനെ തന്നെയാ, അവർ അത്രമാത്രം അലീനക്ക് ഇഷ്ടമാണ്. അപ്പൊ സ്റ്റാലിനെ വിചാരിക്കേണ്ട, ഹോ എന്റെ മോള് തന്നെ എന്നിങ്ങനെ വിചാരിക്കാട്ടോ. അങ്ങനെ സ്റ്റാലിയും അലീനയും തമ്മിലുള്ള ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുമ്പോഴാണ് മറ്റൊരു മഹാരഹസ്യം അലീനും കൂട്ടിക്കൊണ്ട് സ്റ്റാലി പോകുവാണ് സ്റ്റാലിയുടെ സ്വന്തം വീട്ടിലേക്ക്. അവിടെയാണല്ലോ നമ്മുടെ എന്താണ് മറ്റേ ചിന്നുമോളുടെ അമ്മയുള്ളത്. അപ്പൊ അവരെ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇനിയാണ് അങ്ങോട്ട് വരാൻ വേണ്ടി പോണേട്ടോ. കാരണം അലീന ഇവിടെ ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലെ, അന്ന് റൂമിൽ കയറിയപ്പോഴേക്കും നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് പുള്ളിക്കാരത്തിനെ പെട്ടെന്ന് അലീനക്ക് മനസ്സിലാവും. പക്ഷെ അലീന പുള്ളിക്കാരത്തേക്ക് അറിയില്ലെങ്കിൽ പോലും എന്തെന്നാൽ അടിപൊളി ഭാഗങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോന്നിട്ട് അലീന ആ മഹാസത്യത്തിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു തന്റെ അമ്മായിയാണ് അല്ലെങ്കിൽ തന്റെ ആന്റിയാണ് ഇവരെന്നുള്ള സത്യം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ നമ്മുടെ രേവതയുടെ വീട്ടിലുള്ള അങ്കിളും ആന്റിയും തന്നെ അങ്കിൾ ആന്റി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരിനിപ്പോ തന്നെ ധൈര്യമായിട്ട് തനിക്ക് അങ്കിളെ ആന്റി എന്ന് വിളിക്കാം. കാരണം ഇപ്പൊ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അലീനക്ക് മനസ്സിലായി. അപ്പൊ എല്ലാവരും കൂടി ബന്ധുക്കളാണെന്നും അലീനക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെ കുറെ നല്ല നല്ല ഭാഗങ്ങളുണ്ട് കേട്ടോ ഇനി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.